വിഭാഗീയതയെ തുടർന്ന് തർക്കത്തിലും കയ്യാങ്കളിയിലും എത്തിയ കരുനാഗപ്പള്ളി CPM ഏരിയ കമ്മിറ്റി പിരിച്ചുവിട്ട് സംസ്ഥാന നേതൃത്വം. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ നേതൃത്വത്തിൽ നടന്ന ചർച്ചയ്ക്ക് ശേഷമാണ് തീരുമാനം. 7-അംഗ അഡ്ഹോക് കമ്മിറ്റിയെയും തെരഞ്ഞെടുത്തു. ഏരിയ കമ്മിറ്റിയുടെ പരിധിയിലുള്ള സംസ്ഥാന ജില്ലാ നേതാക്കളെ ഒഴിവാക്കിയാണ് അഡ്ഹോക് കമ്മിറ്റിയെ തെരഞ്ഞെടുത്തത്. കരുനാഗപ്പള്ളി സമ്മേളനത്തിലുണ്ടായത് തെറ്റായ പ്രവണതയാണെന്നും നിലവിലെ കമ്മിറ്റിക്ക് പാർട്ടിയെ നയിക്കാനാവില്ലെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. പ്രശ്നങ്ങൾ ഗൗരവമായി ചർച്ച ചെയ്ത് നിലവിലുള്ള കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റി പൂർണ്ണമായും പുനഃസംഘടിപ്പിക്കാൻ തീരുമാനിച്ചതായും CPIM സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കി. അവിടെ പാർട്ടി ഏരിയ കമ്മിറ്റിയുടെ ചുമതല നിർവഹിക്കുന്നതിന് വേണ്ടി പാർട്ടി സഖാക്കളെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. അതിനടിസ്ഥാനപ്പെടുത്തി ഇനി സംഘടനാ പ്രവർത്തനം മുന്നോട്ടേക്ക് പോകും. തെറ്റായ എല്ലാ പ്രവണതയെയും പരിശോധിച്ച് ആവശ്യമായ നടപടി സ്വീകരിക്കുകയും ചെയ്യും. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം T മനോഹരൻ കൺവീനറായ അഡ്ഹോക് കമ്മിറ്റിയിൽ SL സജികുമാർ, SR അരുൺ ബാബു, PV സത്യദേവൻ, N സന്തോഷ്, G മുരളീധരൻ, AM ഇക്ബാൽ എന്നിവരാണ് അംഗങ്ങൾ. കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റിയുടെ പരിധിയിലുള്ള സംസ്ഥാന കമ്മിറ്റി, ജില്ലാ സെക്രട്ടേറിയറ്റ്, ജില്ലാ കമ്മിറ്റി അംഗങ്ങളെ പൂർണ്ണമായും ഒഴിവാക്കിയാണ് അഡ്ഹോക് കമ്മിറ്റിയെ തിരഞ്ഞെടുത്തത്. ജില്ലാ സമ്മേളനത്തിന് ശേഷം ഇവർ പുതിയ ചുമതലയിലെത്താൻ സാധ്യതയില്ല. അതേസമയം പിരിച്ചുവിട്ട ഏരിയ കമ്മിറ്റി അംഗങ്ങളെ കൊല്ലം ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് ചർച്ചയ്ക്കായി വിളിച്ചിട്ടുണ്ട്. ഇന്ന് ജില്ലാ സെക്രട്ടേറിയറ്റിലും ജില്ലാ കമ്മിറ്റിയിലുമുണ്ടായ തീരുമാനം അറിയിക്കും. കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റിക്ക് കീഴിലുള്ള കുലശേഖരപുരം നോർത്ത് ലോക്കൽ സമ്മേളനത്തിൽ നേതൃപാനൽ അവതരിപ്പിച്ചതിലുണ്ടായ എതിർപ്പാണ് പ്രതിഷേധത്തിലേക്കും കയ്യാങ്കളിയിലേക്കും നയിച്ചത്. ഇതിനു പിന്നാലെയാണ് നേതാക്കൾക്കെതിരെ രൂക്ഷ വിമർശനവുമായി ഒരു വിഭാഗം പ്രവർത്തകർ രംഗത്തെത്തിയത്. സേവ് CPM എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് പ്രതിഷേധ പ്രകടനം നടത്തിയത്. ന്യൂസ് മലയാളം, കൊല്ലം.